ഹോല അമിഗോസ്. ഇന്നിവിടെ ഒരു 80-ാം പിറന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങ് തൃശ്ശൂർ വരെ എത്തിയിരിക്കുകയാണ്. നാട്ടിലെത്തി എൻ്റെ വീട്ടിൽ തലയൊന്ന് കാണിച്ച ശേഷം ഇറങ്ങിയതാണ്. ചിന്നൂസിൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായി. ഞങ്ങൾ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന നാട്ടിൽ വന്നിട്ട് ദ ഗ്രേറ്റ് മിസ്റ്റർ അന്തോണിച്ചൻ്റെ 80-ാം പിറന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണിത്. മൂന്ന് വർഷത്തിന് ശേഷം നാട്ടിലെത്തിയതല്ലേ, അപ്പോൾ എല്ലാവരെയും ഒറ്റ കുടക്കീഴിൽ കാണാൻ പറ്റി. ഇവരാണ് പുതിയ തലമുറയിൽപ്പെട്ട പെൺപുലികൾ. തമിഴ് പുലിയല്ല, പെൺപുലികൾ. ഓക്കെ, ചിന്നൂസിൻ്റെ ഫാമിലി മെമ്പേഴ്സ് കുറേ പേരെ കാണാൻ പറ്റി ഇങ്ങനൊരു പ്രോഗ്രാം വെച്ചതുകൊണ്ട്. വന്ന എല്ലാവരോടും കാര്യമായി തന്നെ സംസാരിച്ച് എൻ്റെ വക ഒരു പാട്ടും പാടി തകർത്തു. ആൻഡ് ദെൻ അടിപൊളി ഒരു വിഷയം ചെയ്ത് ഒരു ഫോട്ടോ സെഷനും കഴിയും. അതുപോലെ തന്നെ നല്ലപോലെ ഫുഡും അടിച്ചേച്ച് അവിടെ നിന്ന് പയ്യെ ഇറങ്ങി. അവിടെ നിന്ന് പോയത് നേരെ ചിന്നൂസിൻ്റെ അമ്മ വീട്ടിലേക്കാണ്. കിഴക്കേപ്പാടം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഒരു ഗ്രാമം. ഈ ഒരു ഡയലോഗ് ഓർമ്മ വരാത്ത ഒരാളും കാണത്തില്ല പാഠം കാണുമ്പോൾ. കിട്ടിയ ആപ്പിൽ ഇത് കുത്തിച്ചേർത്തന്നേ ഉള്ളൂ. നിങ്ങൾ എത്ര പേർക്ക് റിലേറ്റ് ആവുമെന്ന് അറിയില്ല. പേഴ്സണലി ഇങ്ങനെ ഒരു സീനറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രഡീഷണൽ ടൈപ്പുള്ള ഇറിഗേഷൻ സിസ്റ്റം കാണുന്നത്. ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുമ്പോഴും മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നുള്ളൊരു കിട്ടുന്നില്ല. മെയിനായിട്ട് നാട്ടിൽ വന്നത് പെരുന്നാളെല്ലാം കൂടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈവനിങ് പിന്നെ അവിടെ ചേർപ്പുള്ളിയ പെരുന്നാളായിരുന്നു. അപ്പോൾ അവിടുത്തെ ലൈറ്റിംഗ് സിറ്റേൻ്റെ സ്വിച്ച് ഓൺ കർമ്മമായിരുന്നു അത്. ആസ് ആൻ ഓർത്തഡോക്സ് ചർച്ച് മെമ്പർ, കാത്തലിക്സിൻ്റെ ഈ അമ്പ് പെരുന്നാളൊക്കെ കൂടണമെന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു വെക്കേഷന് സാധിച്ചു. ലൈറ്റിങ്സ് ആൻഡ് ഫയർ വർക്ക്സ് ഒക്കെ കണ്ട് അവിടെ നിന്ന് നല്ലൊരു വൈബൊക്കെ പിടിച്ച് പിന്നെ ഒരു മ്യൂസിക്കൽ ബാൻഡ് ഉണ്ടായി. വയലിനായിരുന്നു അതിൻ്റെ മെയിൻ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനിയുള്ള പെരുന്നാൾ വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഓക്കെ, ബൈ.